VSS GK ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കപ്പെടുന്നത് എന്ന്? ഉത്തരം ചിങ്ങം 1. രണ്ടാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത്? ഉത്തരം സൈലന്റ് വാലി. ഓക്കെ, അപ്പൊ നമുക്ക് സൈലന്റ് വാലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓ. ഈ സൈലന്റ് വാലി ഒരു ദേശീയ ഉദ്യാനം കൂടെയാണ് കേരളത്തിലെ. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടല്ലേ? അതെ. എന്തുകൊണ്ടായിരിക്കും സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം? ചീടുകളുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടല്ലേ? അതെ, ചീവീടുകൾ അവിടെ ഇല്ല, ആ കാട്ടിൽ ചീവീടുകൾ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഏതാണ്? 1984 പ്രഖ്യാപിച്ചത്. ഉം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഏതാ? കുന്തിപ്പുഴ. ഉം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. അപ്പൊ കേരളത്തിലെ ഒന്നാമത്തെ വലിയ ദേശീയോദ്യാനം ഏതാണ്? ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. അപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? സിംഹാലയം കുരങ്ങാണോ? സിംഹവാലൻ കുരങ്ങ്. വെരി ഗുഡ്. മൂന്നാമത്തെ ചോദ്യം. കേരള സൈഗൾ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കോഴിക്കോട് അബ്ദുൽ ഖാദർ. കേരള സൈഗാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? കോഴിക്കോട് അബ്ദുൾ ഖാദർ. നാലാമത്തെ ചോദ്യം. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായ ഇന്ത്യൻ വംശജൻ ആര്? ഉത്തരം ഋഷി സുനക്. അഞ്ചാമത്തെ ചോദ്യം. മലയാളത്തിലെ ആദ്യത്തെ ബഹുവർണ്ണ ചലച്ചിത്രം ഏതാണ്? ഉത്തരം കണ്ടം ബെച്ചക്കോട്ട്. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടം വെച്ച കോട്ട്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതായിരിക്കും? സിനിമ? മലയാളത്തിലെ ആദ്യത്തെ സിനിമ പറയട്ടെ, വിഗതകുമാരൻ. വിഗതകുമാരൻ സംവിധാനം ചെയ്തത് JC ഡാനിയേൽ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ പിതാവായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് JC ഡാനിയേലിനെയാണ്. ആറാമത്തെ ചോദ്യം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതും? ഉത്തരം ബീജമൂലം. ഏഴാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദി ഉംഗോട്ട് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മേഘാലയ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദി ഏതാണ്? ഉംഗോട്ട്. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നമുക്ക് അറിയേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്. മേഘാലയയിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? അറിയോ? മൗസിൻഡ്രാം. മൗസിൻഡ്രാം സ്ഥിതി ചെയ്യുന്നതും ഇതേ മേഘാലയയിലാണ്. എട്ടാമത്തെ ചോദ്യം. ലോകത്ത് ആദ്യമായി സൗരയുദ്ധം കടന്നുപോയ ആദ്യ ബഹിരാകാശ പേടകം? ഉത്തരം വോയേജർ 1. ഒമ്പതാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം ലൂണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഓ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ഈ ഥാർ മരുഭൂമി രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലൂടെയാണ് ഈ ലൂണി നദി ഒഴുകുന്നത്. പത്താമത്തെ ചോദ്യം. ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് യഥാക്രമം എങ്ങനെയാണ്? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. ശരിയാണ്. വെള്ളയിൽ നടുക്ക് കാണപ്പെടുന്നത്
അശോകചക്രം. അശോകചക്രത്തിന് നിറം നീല. അശോകചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ട്? 24 അതെ, 24 ആരക്കാലുകൾ. അശോകചക്രം എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അശോക സ്തംഭത്തിൽ നിന്നല്ലേ? വെരി ഗുഡ്. ഇന്നത്തെ LSS GK ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.